ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ നാലാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി. മത്സരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് താരം സ്വന്തമാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ നിതീഷ് കരകയറ്റുകയായിരുന്നു. നിതീഷിന്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ സെഞ്ചുറിയാണ് ഇന്നത്തെ മത്സരത്തിൽ പിറന്നത്. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരുന്ന ടീം ഇന്ത്യ മത്സരത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. 171 പന്തുകൾ നേരിട്ടാണ് നിതീഷ് തന്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കിയത്. 8ാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറുമായി ചേർന്ന് മികച്ച ഒരു കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 474 റൺസ് മറികടക്കാൻ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പതറുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് ശേഷിക്കെ 310 റൺസിന് പിന്നിലായിരുന്നു. എന്നാൽ മൂന്നാം ദിവസം പന്തിന്റെയും ജഡേജയുടെയും വിക്കറ്റ് നഷ്ടമായ ഇന്ത്യക്ക് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു പ്രതീക്ഷ നൽകിയത്. 8ാമനായി എത്തിയ നിതീഷ് വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ പതിയെ ഉയർത്തുന്ന കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. പിച്ചിൽ നിന്നു ലഭിച്ച ആനുകൂല്യങ്ങൾ അദ്ദേഹം മുതലാക്കുകയും ചെയ്തു. 8ാം വിക്കറ്റിൽ 127 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരു താരങ്ങളും സ്വന്തമാക്കിയത്. ഇന്ത്യയെ മത്സരത്തിൽ മികച്ച ഒരു നിലയിലെത്തിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു. വാഷിംഗ്ടൺ സുന്ദർ 50 റൺസ് നേടി. അവസാന വിക്കറ്റിൽ ഒരു കിടിലൻ ഷോട്ടിലൂടെ നിതീഷ് തന്റെ സെഞ്ചുറി സ്വന്തമാക്കുകയായിരുന്നു. മൈതാനത്തുണ്ടായിരുന്ന നിതീഷിന്റെ പിതാവടക്കം വലിയ ആവേശത്തിലാണ് തന്റെ മകന്റെ കന്നി സെഞ്ചുറി ആഘോഷിച്ചത്. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ വലിയ പ്രതീക്ഷയാണ് നിതീഷിന്റെ ഈ സെഞ്ചുറി നൽകിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഫോളോ ഓൺ ഭീഷണി നേരിട്ട ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നിതീഷ് തന്നെയായിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ കഴിഞ്ഞ മത്സരങ്ങളിലും ഇത്തരത്തിൽ മികച്ച ബാറ്റിംഗ് ആയിരുന്നു നിതീഷ് കാഴ്ചവെച്ചത്.